നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29, 2025 ചൊവ്വ. ഇന്നലെ ഇൻഡുസിൻഡ് ബാങ്കിന്റെ ക്വാർട്ടർ 1 ഏർണിങ്സ് വരികയുണ്ടായി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റിയാക്ഷൻ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കാണുവാനായിട്ട് സാധിച്ചേക്കാം. മോശമായി വരുന്ന ക്വാർട്ടർ 1 ഏർണിങ്സിന്റെ ഫലമായും നമ്മുടെ മാർക്കറ്റിലെ വാലുവേഷൻസ് ഒക്കെ ഓവറായി തുടരുന്നതിന്റെ ഭാഗമായിട്ടും US ഇന്ത്യ ട്രേഡ് ഡീൽ അനിശ്ചിതമായി നീണ്ടുപോകുന്നതും നമ്മുടെ ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന നഷ്ടവും കൂടാതെ ബോർഡർ മാർക്കറ്റ്സിന്റെ ഭാഗത്തു നിന്നും വരുന്ന മോശമായ പെർഫോമൻസിനെയൊക്കെ തുടർന്ന് നിലവിൽ സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡാണ് നമ്മുടെ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെൽ നടത്തുകയുണ്ടായി. 6282.47 കോടി രൂപയ്ക്കാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ സെൽ നടത്തുകയുണ്ടായത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6764.55 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുണ്ടായി. തുടർച്ചയായി 3 ട്രേഡിംഗ് സെക്ഷനിലെ ഫോളോടുകൂടി നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് അവറേജസ് ആയ 10 ഡേ 20 ഡേയുടെയും മിഡ് ടൈം മൂവിംഗ് അവറേജ് ആയ 50 ഡേയുടെയൊക്കെ താഴേക്ക് പതിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റില് നിലവില് ബെയറിഷ് മൊമെന്റമാണ് ദൃശ്യമാകുന്നത്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 24,600, 24,550 എന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 100 ഡേ EMA നിലനിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,600, 24,550 എന്ന ലെവലുകൾ ഇന്ന് വളരെ ക്രൂഷ്യലായിരിക്കും. ഇനി അവിടെ നിന്നും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,470 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് മാറാനും സാധ്യതകൾ ഏറെയാണ്. കാരണം ജൂൺ മാസത്തെ ലോ ഈ ലെവലിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 24,470 എന്ന നിലയിൽ നിന്നും നിഫ്റ്റി വീണ്ടും ഫോൾ ആവുകയാണെങ്കിൽ ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. എന്നാൽ നിഫ്റ്റിയിൽ മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,800, 24,900 എന്ന ലെവലുകളിലും സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന റേഞ്ചിലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാമെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായമാണ്, മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. മാർക്കറ്റിൽ ഒരു കാര്യവും കോൺക്രീറ്റ് അല്ല. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രേഡേഴ്സ് നമ്മുടെ പൊസിഷൻസും അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ. L&T, NTPC, ഏഷ്യൻ പെയിന്റ്സ്, ആംബർ എന്റർപ്രൈസസ്, ബാങ്ക് ഓഫ് ബറോഡ, ദിലീപ് ബിൽഡ്കോൺ, ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽസ്, GMR എയർപോർട്സ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ്, ജൂബിലന്റ് ഫാർമ, പിരമൽ എന്റർപ്രൈസസ്, സ്റ്റാർ ഹെൽത്ത്, ത്രിവേണി എഞ്ചിനീയറിംഗ്, വരുൺ ബീവറേജസ്, വെൽസ്പൺ കോർപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർ 1 ഏർണിങ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. അതുകൂടാതെ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്നലെ പ്രസിദ്ധീകരിച്ച ക്വാർട്ടർ 1 ഏർണിങ്സിന്റെ റിസൾട്ടുകൾ നമുക്ക് ഇന്ന് സ്റ്റോക്കിംഗ് ന്യൂസിൽ പരിശോധിക്കാം. വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് 5% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇന്നലെ 7% അടുത്തും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. രണ്ട് ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് മാത്രം ഇന്ത്യ വിക്സ് 12% ഉയർന്നു. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സും ഓപ്ഷൻ വെറൈറ്റേഴ്സ് ഒക്കെ ഒന്ന് ഇന്ത്യ വിക്സിൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു, ഓൾറെഡി നിഫ്റ്റിയിൽ മന്ത്ലി എക്സ്പയറി ആണ് ഈ വീക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ പ്രീമിയംസ് ഒക്കെ ഹൈലി വോൾട്ടൈൽ ആണ്. കാരണം ഇന്ത്യ വിക്സ് വർദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രീമിയംസ് ഷൂട്ടപ്പ് ആകുവാൻ കാരണമാക്കും. ഇപ്പോൾ 3 ആഴ്ചയായി ജെയിൻ സ്ട്രീറ്റിനെ ബാൻ ചെയ്തതിനു ശേഷം വലിയ ഒരു വോൾട്ടാലിറ്റി നിഫ്റ്റിയിലൊന്നും കാണുന്നില്ലായിരുന്നു. വളരെ ശാന്തമായി കിടക്കുകയായിരുന്നു നിഫ്റ്റിയൊക്കെ. മന്ത്ലി എക്സ്പയറിയുടെ ഭാഗമായിട്ടും ഇന്ത്യ വിക്സ് ഉയർന്നതിനെയൊക്കെ തുടർന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ എക്സ്പയറിയില് പ്രീമിയംസിലൊക്കെ വോളറ്റാലിറ്റി പ്രകടമായിരുന്നു. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. കൂട്ടത്തിൽ വിപ്രോയ്ക്ക് 5%-ലേറെയും ആക്സിസ് ബാങ്കിന് 2%-ലേറെയും നഷ്ടം നേരിടുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ പരിശോധിക്കാം. ഇന്ന് വൈകുന്നേരം 7:30 ഇന്ത്യൻ ടൈം നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം US നിന്നും ജോബ് ഓപ്പണിംഗ് ഡാറ്റ ജൂൺ മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ സാധ്യമായതിനെ തുടർന്ന് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ
S&P 500ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായി ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 25 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ സാധ്യമായെങ്കിലും ഡീലിന്റെ ഫ്രെയിംവർക്ക് ഒക്കെ പൂർത്തി ആകാത്തത് കൊണ്ട് തന്നെ അത് നിക്ഷേപകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ആയില്ല. തൽഫലമായി ഇന്നലെ UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായ ഒരു ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഹോങ്കോങ് മാർക്കറ്റ് ഒഴികെ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന മറ്റ് എല്ലാ മാർക്കറ്റുകളും നഷ്ടത്തിലാണ് നിലവിൽ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രൻ ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഉയർച്ച തന്നെയാണ് അനുഭവപ്പെടുന്നത്. ബ്രൻ ക്രൂഡ് $70.22 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. തത്സമയം ഗോൾഡ് നിലവിൽ നേരിയ ഇടിവിലാണ്. യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ സാധ്യമായതിന്റെ ഫലമായിട്ട് മെയ് മാസത്തിന് ശേഷം അമേരിക്കൻ ഡോളർ അതിന്റെ ഏറ്റവും വലിയ ഹൈൽ ടച്ച് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റില് ഇന്ത്യൻ രൂപയുടെ പ്രകടനം അമേരിക്കൻ ഡോളറിനെതിരെ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.51 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,850 എന്ന നിലയിലും. നിഫ്റ്റിയിൽ നിലവില് ഹയർ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നത്. തത്സമയം 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.6 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മാക്സ് പെയിൻ 56,500 എന്ന നിലയിലേക്കും മറിയുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽസിൽ സെല്ലിംഗ് പ്രഷർ ആണ് അനുഭവപ്പെടുന്നത്. ഇന്നലത്തെ ഫോളോയോടുകൂടി ബാങ്ക് നിഫ്റ്റിയിലും ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ദൃശ്യമാകുന്നതെങ്കിലും 56,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നത്. 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് ദൃശ്യമാകുന്നതെങ്കിലും 54,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഡസ് ഇൻ ബാങ്ക് പ്രോഫിറ്റ് 68.2% ഇടിഞ്ഞ് 2,152 കോടി രൂപയിൽ നിന്നും 684.3 കോടി രൂപയായി ചുരുങ്ങി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 14.2% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഗെയിൽ പ്രോഫിറ്റിൽ 25.2% ഇടിവാണ് Q1 പ്രസിദ്ധീകരിച്ചത്. വാരി എനർജീസ് പ്രോഫിറ്റിൽ 89% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. തത്സമയം റവന്യൂവിലും 29.8% ഉയർച്ച രേഖപ്പെടുത്തി. പ്രദീപ് ഫോസ്ഫേറ്റ്സ് പ്രോഫിറ്റിൽ 47 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. 5.4 കോടി രൂപയിൽ നിന്നും 256 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. റവന്യൂവിൽ 57.9% വർധനവും രേഖപ്പെടുത്തി. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് പ്രോഫിറ്റിൽ 35% ഇടിവ് നേരിട്ടുകൊണ്ട് 696 കോടി രൂപയിൽ നിന്നും 452 കോടി രൂപയിലേക്കായി ചുരുങ്ങി. റവന്യൂവിൽ 11.4% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ പ്രോഫിറ്റിൽ 35.8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 48.7 കോടി രൂപയിൽ നിന്നും 66 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 33.3% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അദാനി ടോട്ടൽ ഗ്യാസ് പ്രോഫിറ്റിൽ 3.8% ഇടിവ് നേരിട്ടുകൊണ്ട് 171.8 കോടി രൂപയിൽ നിന്നും 165.2 കോടി രൂപയിലേക്ക് ചുരുങ്ങി. തത്സമയം റവന്യൂ 20.9% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.